ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു നാച്ചുറൽ സയൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ട്രിപ്റ്റോഫാൻ ഓപ്പറോണിനെ കുറിച്ചാണ്. ഇതിനു മുന്നേ നമ്മൾ ലാക് ഓപ്പറോണിനെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി നോക്കുന്നത് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്നത് ഈക്കോളെ ബാക്ടീരിയയിലാണ് നമ്മൾ എക്സാമ്പിളായി പറയുന്നത്. ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ എന്ന് പറയുന്നത് ഒരു റിപ്രസിബിൾ ഓപ്പറോൺ ആണ്. അതായത് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൻ്റെ പ്രൊഡക്ഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഓപ്പറോൺ ആണ് ട്രിപ്റ്റോഫാൻ ഓപ്പറോൺ. ട്രിപ്റ്റോഫാൻ എന്നത് ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണെന്ന് നമുക്കറിയാം. ഈക്കോളെ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ നോർമൽ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ അമിനോ ആസിഡാണ് ട്രിപ്റ്റോഫാൻ. ഈ ട്രിപ്റ്റോഫാൻ എന്നുള്ള അമിനോ ആസിഡ് ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ഇത് ഈ സെല്ലിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് എന്ന് പറയുന്നത് ഈക്കോളെ ബാക്ടീരിയ സെല്ലിൽ ഓൾവേസ് ഓൺ ആണ്. ഇനി ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിൻ്റെ എമൗണ്ട് ആവശ്യത്തിലധികമായി കഴിയുന്ന സമയത്ത് ഇതിൻ്റെ ബയോസിന്തസിസ് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം. ഈ ബയോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുന്നത് ഒരു റിപ്രസറാണ്. ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന റിപ്രസർ ഇവിടുത്തെ കേസിൽ ട്രിപ്റ്റോഫാൻ തന്നെയാണ്. അങ്ങനെ ട്രിപ്റ്റോഫാൻ എന്ന പ്രോഡക്റ്റിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതിനെ റിപ്രസിബിൾ ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് നടക്കുമ്പോൾ ഉണ്ടാകുന്നത് ട്രിപ്റ്റോഫാൻ ആണ്. ആ പ്രോഡക്റ്റിൻ്റെ അളവിൽ കൂടുതലായി കഴിയുമ്പം അതിനെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഓപ്പറോണിനെ നമ്മൾ സ്റ്റോപ്പ് ചെയ്യിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിനെ റിപ്രസിബിൾ ഓപ്പറോൺ എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ നോക്കുന്നത് ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിൽ ഈ ട്രിപ്റ്റോഫാൻ ഉള്ള സമയത്തും അതുപോലെ ട്രിപ്റ്റോഫാൻ ഇല്ലാത്ത സമയത്തും എങ്ങനെയാണ് ജീനുകൾ ഫങ്ഷൻ ചെയ്യുന്നതെന്ന്. ട്രിപ്റ്റോഫാൻ എന്ന് പറയുന്നത് ഈക്കോളെ ബാക്ടീരിയയുടെ നോർമൽ ഫങ്ഷനിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു എസെൻഷ്യൽ അമിനോ ആസിഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിൻ്റെ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് നടക്കുന്ന ആ ഒരു ഓപ്പറോണിൻ്റെ സ്ട്രക്ചറാണ് ഈ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ ഏതൊരു ഓപ്പറോണിനെ നോക്കിയാലും അതിൻ്റെ നോർമൽ അല്ലെങ്കിൽ ഒരു കോമൺ സ്ട്രക്ചർ എന്ന് പറയുന്നത് അതിനൊരു സ്ട്രക്ചറൽ ജീൻസ് ഉണ്ട്. ഈ ട്രിപ്റ്റോഫാൻ ഓപ്പറോണിൻ്റെ സ്ട്രക്ചറൽ ജീൻസ് എന്ന് പറയുന്നത് ട്രിപ്പ് ഇ, ട്രിപ്പ് ഡി, ട്രിപ്പ് സി, ബി, എ ഇവയാണ് സ്ട്രക്ചറൽ ജീൻസ്. ഇ, ഡി, സി, എ, ബി ഇവയാണ് സ്ട്രക്ചറൽ ജീൻസ്. ഈ സ്ട്രക്ചറൽ ജീൻസിൻ്റെ അപ്സ്ട്രീം ആയിട്ട് ഒരു ഓപ്പറേറ്റർ റീജിയൻ കാണപ്പെടുന്നുണ്ട്. ഈ യെല്ലോ കളറിലുള്ളതാണ് ഓപ്പറേറ്റർ റീജിയൻ. ഈ ഓപ്പറേറ്റർ റീജിയൻ്റെ അപ്സ്ട്രീം ആയിട്ട് ഒരു പ്രൊമോട്ടർ സൈറ്റ് കാണപ്പെടുന്നുണ്ട്. RNA പോളിമറൈസ് ബൈൻഡ് ചെയ്യുന്നത് ഈ പ്രൊമോട്ടർ റീജിയണിലാണ്. പ്രൊമോട്ടർ റീജിയനും അപ്സ്ട്രീം ആയിട്ട് ഈ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിനെ കൺട്രോൾ ചെയ്യുന്ന കൺട്രോൾ ജീൻസിൽ ഉള്ള റെഗുലേറ്റർ ജീൻസ് കാണപ്പെടുന്നുണ്ട്. റെഗുലേറ്റർ ജീൻസ് അല്ലെങ്കിൽ റിപ്രസർ ജീൻ, അതാണ് ട്രിപ്പ് R എന്ന് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ട്രിപ്റ്റോഫാൻ ഇല്ല എങ്കിൽ, അതായത് ഈക്കോളെ സെല്ലിൻ്റെ അകത്തിൽ അതിനാവശ്യമായിട്ടുള്ള ട്രിപ്റ്റോഫാൻ ഇല്ല, ട്രിപ്റ്റോഫാൻ ഡെഫിഷ്യൻ്റ് ആണ്. അത്തരം കണ്ടീഷനിൽ ഈ റിപ്രസർ പ്രോട്ടീൻ ട്രിപ്പ് R എന്ന് പറയുന്ന റിപ്രസർ പ്രോട്ടീൻ ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് അതിനുശേഷം ട്രാൻസ്ലേഷനും നടന്നിട്ട് ഒരു റിപ്രസർ ജീനിന് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് ഒരു റിപ്രസർ പ്രോട്ടീനെ സിന്തസൈസ് ചെയ്യുന്നു. ഈ റെഡ് കളറിലുള്ളതാണ് റിപ്രസർ പ്രോട്ടീൻ. ഈ റിപ്രസർ പ്രോട്ടീൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഇതിനെ നമ്മൾ അപ്പോ റിപ്രസർ എന്നാണ് വിളിക്കുന്നത്. അപ്പോ റിപ്രസർ എന്ന് പറഞ്ഞാൽ അതൊരു ഇനാക്റ്റീവ് റിപ്രസർ ആണ്. ഈ ഇനാക്റ്റീവ് റിപ്രസറിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത് എവിടെ വന്ന് ബൈൻഡ് ചെയ്യുന്നു, ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുന്നവരാണ് റിപ്രസർ. പക്ഷേ ഈ കേസിൽ ഇവർ അപ്പോ റിപ്രസർ എന്ന് പറയുന്നത് ഇനാക്റ്റീവ് റിപ്രസറാണ്. അതുകൊണ്ട് ഈ റിപ്രസറിന് വന്നിട്ട് ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇങ്ങനെ റിപ്രസർ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യാത്തത് കാരണം RNA പോളിമറൈസിന്, ഈ ഗ്രേ കളറിലുള്ള RNA പോളിമറൈസിന്
ഈസി ആയിട്ട് ഓപ്പറേറ്റർ റീജിയനെ പാസ് ചെയ്ത് പോകാനും അതിനുശേഷം അതിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ട് കാണപ്പെടുന്ന ട്രിപ്റ്റോഫാനിൻ്റെ സ്ട്രക്ചറൽ ജീൻസായ EDCBA ഇത്രയും ജീൻസിനെ ട്രാൻസ്ക്രൈബ് ചെയ്യാനും സാധിക്കുന്നു. ഇവരുടെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയും അതിനുശേഷം ട്രാൻസ്ലേഷൻ നടക്കുകയും ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസ് അല്ലെങ്കിൽ എൻസൈംസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇത് സംഭവിക്കുന്നത് ട്രിപ്റ്റോഫാൻ ഒരു ഈക്കോളൈ സെല്ലിൽ ഇല്ലാത്ത കണ്ടീഷനിലാണ്. ഇനി ട്രിപ്റ്റോഫാൻ ആ സെല്ലിന് ആവശ്യത്തിനുണ്ട്, സഫീഷ്യൻ്റ് എമൗണ്ടിൽ ട്രിപ്റ്റോഫാൻ ആ സെല്ലിനകത്തിൽ ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നോക്കാം. സെല്ലിൻ്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ട്രിപ്റ്റോഫാൻ ആ സെല്ലിന് ഉണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? വീണ്ടും ട്രിപ്റ്റോഫാൻ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കേണ്ട ആവശ്യമില്ല. നോർമൽ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ട്രിപ്റ്റോഫാൻ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് സ്റ്റോപ്പ് ചെയ്യണം. ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ സഹായിക്കുന്ന റിപ്രസറായിട്ട് ആക്ട് ചെയ്യുന്നതും ആര് തന്നെയാണ്? ട്രിപ്റ്റോഫാൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റിപ്രസർ ജീനിൽ നിന്നും റിപ്രസർ ജീനിന് ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടന്നിട്ട് റിപ്രസർ പ്രോട്ടീൻ ഉണ്ടാകുന്നു. ഈ റിപ്രസർ പ്രോട്ടീൻ ഒറ്റയ്ക്ക് ഇരുന്നാൽ അതിനെ അപ്പോ റിപ്രസർ എന്ന് പറയുന്നു. അവർ ഇനാക്റ്റീവാണ്. ഇനി ഈ അപ്പോ റിപ്രസറുമായിട്ട് നമ്മുടെ സെല്ലിനകത്തിൽ നല്ല ഹൈ എമൗണ്ടിൽ കാണപ്പെടുന്ന ട്രിപ്റ്റോഫാൻ വന്ന് ബൈൻഡ് ചെയ്യുന്നു. ട്രിപ്റ്റോഫാനും അപ്പോ റിപ്രസറും തമ്മിൽ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആ സ്ട്രക്ചറിനെ അറിയുന്ന പേരാണ് ആക്റ്റീവ് റിപ്രസർ, അല്ലെങ്കിൽ അതിനെ അപ്പോ റിപ്രസർ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നു. ഈ ഒരു കോംപ്ലക്സ്, അതായത് അപ്പോ റിപ്രസർ കോംപ്ലക്സ് വന്നിട്ട് ഇതിൻ്റെ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യുന്നു. റെഗുലേറ്റർ പ്രോട്ടീന് ഒറ്റയ്ക്ക് ബൈൻഡ് ചെയ്യാൻ സാധിക്കത്തില്ല, അത് ഇനാക്റ്റീവാണ്. അപ്പം അതിൻ്റെ കൂടെ ട്രിപ്റ്റോഫാനും കൂടെ ബൈൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇവരൊരു ആക്റ്റീവ് ഫോം ആകുന്നു. ഈ ആക്റ്റീവ് റിപ്രസർ കോംപ്ലക്സ് അവർ വന്നിട്ട് ഇതിൻ്റെ ഓപ്പറേറ്റർ റീജിയണിൽ ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ഓപ്പറേറ്റർ റീജിയനെ ഇവർ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? RNA പോളിമറേസിന് ഓപ്പറേറ്റർ റീജിയനിൽ കൂടി പാസ് ചെയ്ത് പോകാനും സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും നടക്കാനും സാധിക്കുന്നില്ല. അങ്ങനെ നടക്കാതെ വന്നു കഴിയുമ്പോൾ ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് വീണ്ടും നടക്കുന്നില്ല. ഈ ഒരു കണ്ടീഷൻ നടക്കുന്നത് സെല്ലിൻ്റെ ഉള്ളിൽ ആവശ്യത്തിൽ കൂടുതൽ ട്രിപ്റ്റോഫാൻ ഉണ്ടാകുന്ന സമയത്താണ്. നമ്മൾ ഇപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത രണ്ട് കണ്ടീഷനും ഈ ജീൻ റെഗുലേഷൻ വരുന്നത് ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള ജീൻ റെഗുലേഷനാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇനി ട്രിപ്റ്റോഫാൻ ഓപ്പറോണിനെ തന്നെ ട്രാൻസ്ലേഷണൽ ലെവലിലും നമ്മളിതിൻ്റെ ജീൻ റെഗുലേഷൻ വരുന്നുണ്ട്. ട്രിപ്റ്റോഫാനിൻ്റെ സ്ട്രക്ചറൽ ജീൻസ് EDCBA ഇവയാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ സ്ട്രക്ചറൽ ജീനിൻ്റെ അപ്സ്ട്രീം ആയിട്ട്, അതായത് ട്രിപ്റ്റോഫാൻ സ്ട്രക്ചറൽ ജീനിൻ്റെ അപ്സ്ട്രീം ആയിട്ടൊരു പ്രൊമോട്ടറും ഓപ്പറേറ്ററും ഉണ്ടെന്ന് നമുക്കറിയാം. ഈ ഓപ്പറേറ്ററിന് ശേഷം, അതായത് സ്ട്രക്ചറൽ ജീനിലെ ഈ ജീനിന് അപ്സ്ട്രീം ആയിട്ട് എന്നാൽ ഓപ്പറേറ്ററിന് ശേഷം കാണപ്പെടുന്ന ഒരു സ്മോൾ സീക്വൻസ് ഓഫ് DNA ഉണ്ട്. അതിനെ അറിയപ്പെടുന്ന പേരാണ് ലീഡർ സീക്വൻസ്. ഈ റോസ് കളറിൽ കാണിച്ചിരിക്കുന്നതാണ് ലീഡർ സീക്വൻസ്. ഈ ലീഡർ സീക്വൻസ് നോക്കുകയാണെങ്കിൽ അതിൽ കുറേ അമിനോ ആസിഡ് സീക്വൻസുകൾ ഒരു സ്പെഷ്യൽ ഓർഡറിൽ കൊടുത്തിട്ടുണ്ട്. ഈ അമിനോ ആസിഡിൽ 10ാമത്തെയും 11ാമത്തെയും പൊസിഷനിൽ വരുന്നത് ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡാണ്. അതായത് ഈ ലീഡർ സീക്വൻസിൽ കുറേ കോഡോൺസുകളുണ്ട്. അതിൽ 10ാമത്തെയും 11ാമത്തെയും, ഇതാണ് 10ാമത്തത്, ഇത് 11ാമത്തത്. ഈ 10ഉം 11ഉം പൊസിഷനിൽ വരുന്ന സീക്വൻസുകൾ എന്ന് പറയുന്നത് ട്രിപ്റ്റോഫാൻ അമിനോ ആസിഡുമായിട്ട് കോഡ് ചെയ്യുന്ന സീക്വൻസുകളാണ്. ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡുകളുമായിട്ട് കോഡ് ചെയ്യുന്ന 2 കോഡോൺസ് ആണ് 10ാമത്തെ പൊസിഷനിലും 11ാമത്തെ പൊസിഷനിലും വരുന്നത്. ഈ ഒരു കണ്ടീഷൻ മനസ്സിൽ വെച്ചിട്ട് വേണം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോവാൻ. ഇനി ട്രാൻസ്ലേഷണൽ ലെവലിൽ, അതായത് ട്രാൻസ്ക്രിപ്ഷൻ കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ mRNA ഉണ്ടാകുന്നു. ആ mRNAക്ക് ട്രാൻസ്ലേഷൻ നടന്നിട്ടാണ് പ്രോട്ടീൻസ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറഞ്ഞു.
ഇനി ഈ ട്രാൻസ്ലേഷണൽ ലെവലിൽ ഇതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് അറ്റൂനിയേഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ലേഷണൽ ലെവലിലുള്ള ഈ ഒരു ഓപ്പറോണിൻ്റെ എക്സ്പ്രഷനെ കൺട്രോൾ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് അറ്റൂനിയേഷൻ എന്ന് പറയുന്നത്. ഇത് നോക്കുകയാണെങ്കിൽ ട്രിപ്റ്റോഫാനിൻ്റെ എമൗണ്ട് കൂടിയിരിക്കുന്ന സമയത്തും കുറഞ്ഞിരിക്കുന്ന സമയത്തും ട്രാൻസ്ലേഷൻ ലെവലിൽ എങ്ങനെയാണ് ഇവരുടെ കൺട്രോൾ നടക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സെൽ, അത് ഈക്കോളെ സെല്ലിനകത്തിൽ ട്രിപ്റ്റോഫാനിൻ്റെ അളവ് വളരെ കുറവാണ് എന്ന് നമ്മൾ സങ്കല്പിക്കുക. അതായത് ആ സെൽ ഗ്രോത്തിന് നോർമൽ അളവിൽ ആവശ്യമായിട്ടുള്ള ട്രിപ്റ്റോഫാൻ ആ സെല്ലിനകത്തിൽ ഇല്ല. അപ്പം സെല്ലിനകത്തിൽ ട്രിപ്റ്റോഫാൻ കുറയുമ്പോൾ എന്താണ് സംഭവിക്കുക? ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് നടക്കണം. ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് നടക്കണമെന്ന് പറഞ്ഞാൽ സ്ട്രക്ചറൽ ജീൻസിൻ്റെ ജീൻ എക്സ്പ്രഷനാണ് അവിടെ നടക്കേണ്ടത്. ഇത് ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രാൻസ്ക്രിപ്ഷൻ എന്നും ട്രാൻസ്ലേഷൻ എന്നും പറയുന്നത് രണ്ട് പ്രോസസ്സും കപ്പിൾഡ് ആയിട്ട് നടക്കുന്ന പ്രോസസ്സാണ്. അതായത് ട്രാൻസ്ക്രിപ്ഷൻ മുഴുവൻ നടന്ന് ഒരു mRNA ഉണ്ടായതിനു ശേഷം അല്ല ട്രാൻസ്ലേഷൻ തുടങ്ങുന്നത്. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടായി വരുന്ന അതേ സമയം തന്നെ ആ mRNAയുടെ പുറത്തേക്ക് വരുന്ന എൻഡിൽ നിന്നും ട്രാൻസ്ലേഷനും തുടങ്ങുന്നുണ്ട്. അതായത് ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും കപ്പിൾഡ് ആണ്. ട്രാൻസ്ക്രിപ്ഷൻ നടന്ന mRNA ഉണ്ടായി വരുന്നു. ഈ ഉണ്ടായി പുറത്തേക്ക് വരുന്ന mRNAയുടെ പുറത്തേക്ക് വരുന്ന ആ ഒരു എൻഡിൽ നിന്നും ട്രാൻസ്ലേഷനും സെയിം ടൈമിൽ തന്നെ തുടങ്ങുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള കൺട്രോൾ നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഈ സെയിം ടൈമിൽ തന്നെയാണ് ട്രാൻസ്ലേഷണൽ ലെവലിലുള്ള കൺട്രോൾ നടക്കുന്നത്. അപ്പം ഈ കാണിച്ചിരിക്കുന്നത് ഇതിൻ്റെ സ്ട്രക്ചറൽ ജീനിൽ നിന്നും ഉണ്ടായി വരുന്ന mRNA ആണ്. അപ്പോൾ സ്ട്രക്ചറൽ ജീനിൻ്റെ തൊട്ട് മുന്നിലായിട്ട്, അതായത് 5 സ്ട്രക്ചറൽ ജീനിൻ്റെ തൊട്ട് മുന്നിലായിട്ട് ഓപ്പറേറ്റർ റീജിയന് ശേഷം കാണുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അതിനെ നമ്മൾ ലീഡർ സീക്വൻസ് എന്നാണ് പറഞ്ഞത്. ഈ ലീഡർ സീക്വൻസിനെയാണ് ആദ്യം റൈബോസോം വന്നിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. അതായത് ലീഡർ സീക്വൻസിൻ്റെ അവിടെ മുതലാണ് എന്ത് നടക്കുന്നത്? ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ഉണ്ടായി വരുന്നത്. ഈ mRNA എന്ന് കാണിച്ചിരിക്കുന്ന ഇതിൽ ആദ്യം വരുന്നത് ലീഡർ സീക്വൻസിൽ നിന്നും ഉണ്ടായ ഭാഗമാണ്. അതിനുശേഷമാണ് ഈ ലീഡർ സീക്വൻസിൻ്റെ ഉണ്ടായതിന് ശേഷമാണ് എന്തുണ്ടാകുന്നത്? സ്ട്രക്ചറൽ ജീൻസിൻ്റെ റീജിയൻ ഇതിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ആദ്യം കാണുന്നത് ലീഡർ സീക്വൻസ് ആണ്. ഈ കാണിച്ചിരിക്കുന്നത് ലീഡർ സീക്വൻസ് ആണ് mRNAയിലുള്ള. അതിനുശേഷം ഇതിൻ്റെ ഡൗൺ സ്ട്രീം ആയിട്ടാണ് എന്ത് കാണുന്നത്? സ്ട്രക്ചറൽ ജീൻസിൻ്റെ പോർഷൻ വരുന്നത്. അപ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ നടന്നു, mRNA ഉണ്ടായി വരുന്നു. ഈ mRNA ഇതാണ് ഇതിൻ്റെ DNA ട്രാൻസ്ക്രിപ്ഷൻ നടന്ന് mRNA ഉണ്ടായി വരുന്ന സമയത്ത് mRNA പുറത്തേക്ക് വരുന്ന ആ സമയം തന്നെ ഇതിൽ വന്ന് റൈബോസോം ബൈൻഡ് ചെയ്യുന്നു. ഈ റൈബോസോം ബൈൻഡ് ചെയ്യുന്നത് ട്രാൻസ്ലേഷൻ നടത്താൻ വേണ്ടിയാണ്. ഈ റൈബോസോം ബൈൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ ലീഡർ സീക്വൻസിൻ്റെ ആ ഒരു ഭാഗത്താണ്. അപ്പം ലീഡർ പെപ്റ്റൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ആ ലീഡർ സീക്വൻസിൽ 4 ഡൊമൈൻസ് കാണാൻ സാധിക്കും. 1, 2, 3, 4 എന്ന ലേബൽ ചെയ്തിരിക്കുന്ന 4 ഡൊമൈൻസ് ആണ് ഇവിടെ കാണുന്നത്. ഈ 4 ഡൊമൈൻസിന് ഒരു പ്രത്യേകതയുണ്ട്. ഇവർക്ക് പരസ്പരം പെയർ ചെയ്ത്, അതായത് കോംപ്ലിമെൻ്ററി പെയറിങ് ഉണ്ടാക്കാനുള്ള ഒരു കഴിവുള്ളവരാണ് ഈ 4 ഡൊമൈൻസ്. ഇവരുടെ 3ഉം 4ഉം തമ്മിലും കോംപ്ലിമെൻ്ററി പെയറിങ് ഉണ്ടാകുന്നു. അതുപോലെ 2ഉം 3ഉം തമ്മിലും കോംപ്ലിമെൻ്ററി പെയറിങ് ഉണ്ടാകാനുള്ള കഴിവുണ്ട്. ഇനി ട്രിപ്റ്റോഫാൻ വളരെ കൂടിയിരിക്കുന്ന അവസ്ഥയിൽ, അതായത് ആ സെല്ലിൻ്റെ ഉള്ളിൽ, ഈക്കോളൈ സെല്ലിൻ്റെ ഉള്ളിൽ ട്രിപ്റ്റോഫാൻ വളരെ കൂടിയ കോൺസെൻട്രേഷനിലുണ്ട്. അപ്പോഴെന്താണ് സംഭവിക്കുക? വീണ്ടും ഇതിൻ്റെ ബയോസിന്തസിസ് നടക്കണ്ട. അപ്പോഴെന്ത് ചെയ്യണം? സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷനും ട്രാൻസ്ലേഷനും അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. അതിനുവേണ്ടി ഈ ഉണ്ടായി വരുന്ന mRNAയിൽ റൈബോസോം ബൈൻഡ് ചെയ്ത് ട്രാൻസ്ലേഷൻ തുടങ്ങാൻ വേണ്ടി പോകുന്ന സമയത്ത് ട്രാൻസ്ലേഷൻ തുടങ്ങി വരുമ്പോൾ ഇതിൻ്റെ ലീഡർ സീക്വൻസിലെ 10ാമത്തെയും 11ാമത്തെയും പൊസിഷനിൽ നമ്മൾ പറഞ്ഞിരുന്നു കാണപ്പെടുന്നത് ട്രിപ്റ്റോഫാൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്ന 2 കോഡോൺസ് ആണെന്ന്.
അപ്പോൾ ഇവർ 10ാമത്തെയും 11ാമത്തെയും പൊസിഷനിലായിട്ട് റൈബോസോം എത്തുന്ന സമയത്ത് ഈ സെല്ലിൻ്റെ ഉള്ളിൽ ആവശ്യത്തിൽ കൂടുതലായിട്ട് ട്രിപ്റ്റോഫാൻ ഉണ്ട്. അങ്ങനെ ട്രിപ്റ്റോഫാൻ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഈ 2 റീജിയൻ്റെ കോഡിങ് നടക്കുന്നു. അപ്പോൾ ഇതിൽ ആവശ്യത്തിൽ കൂടുതലുള്ള ട്രിപ്റ്റോഫാൻ പെട്ടെന്ന് ഓടി വന്ന് ഈ 10ഉം 11ഉം പൊസിഷനുമായിട്ട്, ഈ ട്രിപ്പ് കോഡോൺസ് എന്ന് കാണിച്ചിരിക്കുന്നതാണ് 10ഉം 11ഉം പൊസിഷൻ, ഈ പൊസിഷനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നു. ഇങ്ങനെ ബൈൻഡ് ചെയ്തതിന് ശേഷം ഈ റൈബോസോം വീണ്ടും മുന്നോട്ട് പോവുകയാണ്. അങ്ങനെ റൈബോസോം മുന്നോട്ട് പോകുന്ന സമയത്ത് ട്രിപ്റ്റോഫാൻ്റെ അളവ് കൂടുതൽ ഉള്ളത് കൊണ്ട് ഈ പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ഈ 4 ഡൊമൈൻസിലെ 3ഉം 4ഉം ഡൊമൈൻസുകൾ തമ്മിൽ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് നടത്തുന്നു. ഇങ്ങനെ കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് സംഭവിക്കുമ്പോൾ ഈ ഉണ്ടാകുന്ന കോംപ്ലിമെൻ്ററി ബേസ് പെയറിങ് അല്ലെങ്കിൽ ഒരു ലൂപ്പ് സ്ട്രക്ചർ ഉണ്ടാകുന്നു. ഈ ലൂപ്പ് സ്ട്രക്ചർ എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് പെയറിംഗ് ആണ്. 3ഉം 4ഉം തമ്മിലുണ്ടാകുന്ന ബേസ് പെയറിംഗ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബേസ് പെയറിംഗ് ആണ്. അതുകൊണ്ട് ഈ സ്ട്രോങ് ബേസ് പെയറിംഗ് ഉള്ളത് കൊണ്ട് നമ്മുടെ RNA പോളിമറേസിന്, അതായത് RNA പോളിമറേസ് എന്ന് പറയുന്നത് എന്തിന് സഹായിക്കുന്നതാണ്? ഇതിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ, ഈ ട്രാൻസ്ക്രിപ്ഷനെ മുന്നോട്ട് നയിക്കുന്നവരാണ് RNA പോളിമറേസിന്. ഈ RNA പോളിമറേസിന് ഇവിടെ നിന്നും മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. അതായത് RNA പോളിമറേസിന് ഇതിൻ്റെ ഈ 3ഉം 4ഉം റീജിയണിൽ നിന്നും മുന്നോട്ട് കടന്നു പോകാൻ സാധിക്കാതെ വരുന്നു. RNA പോളിമറേസ് മുന്നോട്ട് പോയാൽ മാത്രമേ അവർക്ക് ഈ ഒരു റീജിയനെ വിട്ട് അതിൻ്റെ തൊട്ട് അപ്സ്ട്രീം ആയിട്ട് അല്ലെ തൊട്ട് ഡൗൺ സ്ട്രീം ആയിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീനിനെ, ഇവിടെ കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീനിനെ അവർക്ക് പോളിമറൈസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ 3ഉം 4ഉം തമ്മിൽ ഒരു ബേസ് പെയറിംഗ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ RNA പോളിമറൈസിന് മുന്നോട്ട് പോകാൻ സാധിക്കാതെ വരുന്നു. ഈ RNA പോളിമറൈസ് ഈ RNA പോളിമറൈസ് ഇവിടെ നിന്നും വിട്ടുപോകുന്നു. അതായത് RNA പോളിമറൈസ് സ്ട്രക്ചറൽ ജീനിനെ പോളിമറൈസ് ചെയ്യാതെ അവിടെ നിന്നും വിട്ടുപോകുന്നു. അവിടെ വെച്ച് ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു. RNA പോളിമറൈസ് പോയാൽ പിന്നെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കത്തില്ല. അങ്ങനെ ഈ ഒരു 3ഉം 4ഉം റീജിയൻ തമ്മിലുള്ള പെയറിംഗ് എന്ന് പറയുന്നത് ഒരു ടെർമിനേറ്റർ റീജിയനായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ RNA പോളിമറൈസ് അവിടുന്ന് വിട്ടുപോകുന്നു. സ്ട്രക്ചറൽ ജീനിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നില്ല. അത് നടക്കാതെ വന്നു കഴിയുമ്പം എന്താണ് സംഭവിക്കുക? ട്രിപ്റ്റോഫാൻ സിന്തസിസ് എന്ന് പറയുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി നമ്മൾ നോക്കുന്നത് ട്രിപ്റ്റോഫാനിൻ്റെ അളവ് കുറവാണെങ്കിൽ എന്ത് സംഭവിക്കുമെന്നും. സെല്ലിൻ്റെ ഉള്ളിൽ ട്രിപ്റ്റോഫാനിൻ്റെ അളവ് കുറവാണ്. ട്രിപ്റ്റോഫാൻ വളരെ കുറഞ്ഞിരിക്കുന്ന കണ്ടീഷനിലും DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നു. അങ്ങനെ mRNA ഉണ്ടാകുന്നു. ഈ DNA-ക്ക് ട്രാൻസ്ക്രിപ്ഷൻ നടന്നിട്ട് mRNA ഉണ്ടാകുന്നു. mRNA പുറത്തേക്ക് വരുന്ന സമയത്ത് തന്നെ സെയിം ടൈമിൽ തന്നെ റൈബോസോം വന്ന് ബൈൻഡ് ചെയ്യുന്നു. റൈബോസോം വന്ന് ബൈൻഡ് ചെയ്തിട്ട് ലീഡർ സീക്വൻസിനെയാണ് ആദ്യം അവർ ട്രാൻസ്ലേഷൻ നടത്താനായിട്ട് വരുന്നത്. ഈ ലീഡർ സീക്വൻസിനെ വന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ 10ഉം 11ഉം പൊസിഷനിലിരിക്കുന്ന കോഡോൺസുകൾ കോഡ് ചെയ്യേണ്ടത് ട്രിപ്റ്റോഫാനെയാണ്. എന്നാൽ സെല്ലിൻ്റെ ഉള്ളിൽ ട്രിപ്റ്റോഫാൻ്റെ അളവ് കുറവായത് കൊണ്ട് തന്നെ ഇവരവിടെ ഒന്ന് സ്റ്റക്കായി പോകുന്നു. ഈ റൈബോസോം ഇവിടെ സ്റ്റക്കായി പോകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഈ ലീഡർ സീക്വൻസിലുള്ള 2ഉം 3ഉം ഡൊമൈൻ തമ്മിൽ പെയറിങ് നടക്കുന്നു. 2ഉം 3ഉം ഡൊമൈൻസുകൾ തമ്മിലുള്ള പെയറിങ് എന്ന് പറയുന്നത് ഒരു വീക്ക് പെയറിങ് ആണ്. ഇവർ തമ്മിലുള്ളത് വീക്ക് പെയറിങ് ആയതുകൊണ്ട് തന്നെ ഇതുവഴി കടന്നു വരുന്ന RNA പോളിമറൈസിന് ഈ വീക്ക് പെയറിങ്ങിനെ പെയറിങ്ങിനെ അവർക്ക് കടന്നു പോകാൻ സാധിക്കുകയും അവർ വീണ്ടും മുന്നോട്ട് പോകുകയും എന്ത് ചെയ്യുകയും ചെയ്യുന്നു? സ്ട്രക്ചറൽ ജീൻസിൻ്റെ ട്രാൻസ്ക്രിപ്ഷൻ നടത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ സ്ട്രക്ചറൽ ജീൻസുകളെല്ലാം ട്രാൻസ്ക്രൈബ് ചെയ്ത് ഇരിക്കുന്ന സമയത്ത് ഈ സെല്ലിൽ ട്രിപ്റ്റോഫാനിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറവാണ് എങ്കിൽ പോലും ഒരു ചെറിയ ലെവലിൽ എവിടെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ ട്രിപ്റ്റോഫാൻ കാണുന്നുണ്ടായിരിക്കും.
ആ ട്രിപ്റ്റോഫാനിനെ ഈ റൈബോസോമുകൾ തപ്പിപ്പിടിച്ചു കൊണ്ടുവരികയും ആ ട്രിപ്റ്റോഫാൻ വന്നിട്ട് 10ഉം 11ഉം പൊസിഷനിൽ പെയർ ചെയ്യുകയും ഈ റൈബോസോം വീണ്ടും മുന്നോട്ട് ട്രാൻസ്ലേഷൻ നടത്തി പോവുകയും ചെയ്യുന്നു. അങ്ങനെ ട്രിപ്റ്റോഫാനിൻ്റെ കോൺസെൻട്രേഷൻ വളരെ ലോ ലെവലിലാണെങ്കിൽ പോലും ഈ റൈബോസോംസ് എവിടെ നിന്നെങ്കിലും 2 ട്രിപ്റ്റോഫാനിനെ കൊണ്ടുവരികയും ഇവർ വീണ്ടും ട്രാൻസ്ലേഷൻ മുന്നോട്ട് നടത്തി പോവുകയും ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസ് നടക്കുകയും ചെയ്യുന്നു. ഇവർ മുന്നോട്ട് ട്രാൻസ്ലേഷൻ നടത്തി പോവുകയും ഈ ലീഡർ പെപ്റ്റൈഡ് ലീഡർ പെപ്റ്റൈഡിനെ ഇവർ പാസ് ചെയ്ത് പോയി അതിനുശേഷം അവർ ഇതിൻ്റെ ഡൗൺ സ്ട്രീമിലായിട്ട് കാണപ്പെടുന്ന സ്ട്രക്ചറൽ ജീൻസിനെ അവർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്ട്രക്ചറൽ ജീൻസിൽ നിന്നും സ്ട്രക്ചറൽ പ്രോട്ടീൻസ്, അതായത് ട്രിപ്റ്റോഫാൻ ബയോസിന്തസിസിനെ സഹായിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടായി വരികയും ആ സെല്ലിൻ്റെ ഉള്ളിൽ ട്രിപ്റ്റോഫാനിൻ്റെ സിന്തസിസ് നടക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് ട്രിപ്റ്റോഫാൻ ഓപ്പറോണിനെ പറ്റിയാണ്. ഇത് പ്രവർത്തിക്കുക അല്ലെങ്കിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത് ഈക്കോളെ ബാക്ടീരിയയുടെ സെല്ലിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇത് തന്നെ ട്രാൻസ്ക്രിപ്ഷണൽ ലെവലിലുള്ള കൺട്രോളും ഉണ്ട്, ട്രാൻസ്ലേഷണൽ ലെവലിലുള്ള കൺട്രോളും ഉണ്ട്. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.